ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായതുകൊണ്ട് അനുഭവം പറയാം, പേര് പറയുന്നില്ല. നമുക്കറിയുന്ന പരിചയത്തുള്ള ഒരാൾ, അദ്ദേഹം ഫേസ്ബുക്ക് പുതുതായിട്ട് അക്കൗണ്ട് എടുത്തു. ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഈ ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ വലിയ പിടിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു എപ്പോഴും ഉള്ളൊരു ആകെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഏതിന്റെ അടിയിൽ പിന്നെ ബെസ്റ്റ് വിഷസ് എല്ലാത്തിന്റെ അടിയിൽ പുള്ളിയുടെ ആകെ പരിപാടി ഇതാണ്. അപ്പോൾ നിർദോഷമായ ഒരു കമന്റ് ആണല്ലോ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദ്രോഹവും ഒരു ദോഷമില്ല. അപ്പം നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്താൽ ബെസ്റ്റ് വിഷസ്, നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞില്ല. നമ്മുടെ വേറൊരു സുഹൃത്തിൻ്റെ അമ്മ മരണപ്പെട്ടു, ഒരു ടീച്ചറാണ്. അപ്പം പുള്ളി ഈ മരണത്തിൻ്റെ പോസ്റ്റിനിടയിൽ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞ് വളരെ നിർദോഷമായി പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് വിഷസ് കാരണം ഈ മറ്റേയാള് ഇതെന്തോ ഇയാൾ ബോധപൂർവമാണെന്ന് പറഞ്ഞ് അയാളോട് ചോദിക്കാൻ പോകുന്നു, വഴക്കാകുന്നു, തർക്കമാകുന്നു. വളരെ നിർദോഷമായ ഒരു ബെസ്റ്റ് വിഷസ് എത്രമാത്രം വലിയ വിവാദമായി എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് ആദരാഞ്ജലികൾ അവരുദ്ദേശിച്ച സെറ്റിലൊക്കെയാണ്, സെറ്റാണത്. പക്ഷെ അല്ലാതെ നമ്മളിപ്പം പ്ലെയിൻ ആയിട്ട് ആദരാഞ്ജലി എന്ന് പറയുന്നതിന്റെ രീതിയിൽ ആലോചിക്കാതിരുന്നത് മതി. അവരാലോചിച്ച കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ആപ്റ്റ് വാക്കല്ലേ, അതിനപ്പുറം എന്താ അവർ പറയേണ്ടത്? അത് ഞാൻ പുതിയ സിനിമകളെല്ലാം കാണാറുണ്ട്. എങ്കിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ ഡിഫറെന്റ് സ്റ്റൈലിൽ സിനിമ കാണുന്ന ഒരു ടേസ്റ്റ് അല്ലേ ഉള്ളത്? എല്ലാത്തരം സിനിമകളും കാണും. അതിപ്പം നമ്മുടെ ഓരോ മൂഡായിരിക്കും. ഒന്ന് ഇറങ്ങുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ടേസ്റ്റ് വെച്ച് സമീപിക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ മുന്നിൽ 3-4 സിനിമ മാത്രമായിരിക്കുമല്ലോ അറ്റ് എ ടൈം ഉണ്ടാവുക. അപ്പം അത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ OTT കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യും, നമ്മുടെ ആ ഒരു മൂഡിനനുസരിച്ച് ചൂസ് ചെയ്യും. ഇപ്പം നമുക്ക് ചിലപ്പം ത്രില്ലർ മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പം വളരെ ഗൗരവമുള്ള ഏതെങ്കിലും ഒരു പ്രമേയം കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ റൊമാൻറ്റിക് മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ പഴയ ഏതെങ്കിലും നൊസ്റ്റാൾജിക് സിനിമകൾ ഒന്നുകൂടെ കാണാനായിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മൂഡ്. അല്ലാതെ ഇത് കാണില്ല എന്നില്ല എല്ലാ സിനിമകളും.